നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ഡോക്ടർ ശ്രുതി. തംബ്നെയിൽ കണ്ട പോലെ ഹെൽത്തി ആയിട്ട് എങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഭാരം കൂടുതലുള്ള ആളുകൾ വെയിറ്റ് കുറക്കാൻ വേണ്ടി എത്രയോ കഷ്ടപ്പെടുന്ന അതുപോലെ തന്നെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വെയിറ്റ് കൂട്ടാമെന്നുള്ളത്. വെയിറ്റ് കൂടിയ ആളുകൾ നേരിടുന്ന ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ആളുകളും ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നേരിടുന്നുണ്ട്. അപ്പോൾ അതിൽ ചിലത് എന്താണെന്ന് വെച്ചാൽ കുട്ടികളിലാണെങ്കിൽ ഡിലേഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്സ്, പിന്നെ മുതിർന്ന ആളുകളിലാണെങ്കിൽ എല്ലുകൾക്കുള്ള ബലക്കുറവ്, ഓസ്റ്റിയോപോറോസിസ് നേരത്തെ വരിക, ജോയിൻസിനുണ്ടാവുന്ന പെയിന്, അതുപോലുള്ള പ്രശ്നങ്ങൾ അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ആളുകൾ നേരിടുന്നുണ്ട്. പിന്നെ അനീമിയ, അവിടെ HB ലെവൽ കുറഞ്ഞു പോവുക, അതുകൊണ്ടുണ്ടാവുന്ന പല ക്ഷീണം, തലകറക്കം, ഉന്മേഷമില്ലായ്മ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ആളുകൾ നേരിടുന്നുണ്ട്. പിന്നെ അവർ നേരിടുന്ന വേറെ പ്രശ്നങ്ങളാണ് നഖം, സ്കിന്ന്, മുടി, ഇവയ്ക്കൊക്കെ പല്ല്, ഇവയ്ക്കൊക്കെ ഉള്ള ബലക്കുറവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളാണ്. പിന്നെ ഫെർട്ടിലിറ്റി ഇഷ്യൂസ്, അതിപ്പോൾ ഭാരം കൂടുതലുള്ള ആളുകളാണെങ്കിലും കുറഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിലും പല രീതിയിൽ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് നേരിടുന്നുണ്ട്. ഇവർക്കെല്ലാവർക്കും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ വന്നേക്കാവുന്ന ചില ഹെൽത്ത് ഇഷ്യൂസാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഭാരം കുറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അണ്ടർ വെയിറ്റ് ആവാൻ വേണ്ടിയിട്ട് പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് ഒന്നുള്ളതെന്ന് വെച്ചാൽ ജെനറ്റിക് ഫാക്ടറാണ്. അതായത് നമ്മുടെ ഫാമിലിയിൽ എങ്ങനെയാണ് നമ്മുടെ പാരൻസ്, പിന്നെ ഗ്രാൻഡ് പാരൻസൊക്കെ എങ്ങനെയാണ് ഉള്ളത്, അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കണം മെയിനായിട്ട് നമ്മുടെ ശരീരഘടന വരുന്നത്. മാത്രമല്ല ചില കണ്ടീഷനിൽ പല അസുഖങ്ങൾ കൊണ്ടും നമ്മൾ അണ്ടർ വെയിറ്റ് ആയേക്കാം. അതായത് അസുഖങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് തൈറോയിഡ്, ഡയബറ്റീസ്, പല ഇതുപോലുള്ള വേറെ പല മെറ്റാബോളിക് ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ള ആളുകളിൽ വെയിറ്റ് കുറഞ്ഞു പോകുന്നത് കണ്ടുവരുന്നുണ്ട്. പിന്നെ ചില ക്യാൻസർ പോലുള്ള ചില അസുഖങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ഒക്കെ വെയിറ്റ് കുറയാനുള്ള പല സാധ്യതകളും ഉണ്ടാവുന്നുണ്ട്. ലുക്കോറിയ, അങ്ങനെയുള്ള പല കണ്ടീഷനിലും വെയിറ്റ് കുറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ വെയിറ്റ് കുറയാനുള്ള സാധ്യത എന്ന് പറയുന്നത് പല അസുഖങ്ങൾക്ക് മരുന്നെടുക്കുന്ന ആളുകൾ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആസ്തമ അതുപോലുള്ള മറ്റ് അസുഖങ്ങൾക്കൊക്കെ മെഡിസിൻ എടുക്കുന്ന ആളുകളിലും വെയിറ്റ് കുറവ് കണ്ടുവരുന്നുണ്ട്. പിന്നെ വെയിറ്റ് കുറയാനുള്ള വേറെ കാരണങ്ങൾ എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ഇഷ്യൂസ്, അതായത് ഡിപ്രഷൻ, സ്ട്രെസ്സ്, പിന്നെ ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഒരാൾ അണ്ടർ വെയിറ്റ് ആയി പോയേക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിച്ചിട്ടും ഇതുപോലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ആളുകൾ, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടും വെയിറ്റ് വെക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പം നമ്മൾ വെയിറ്റ് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ ഫാമിലി ഡോക്ടറിനെയോ അല്ലെങ്കിൽ ഫാമിലി ഫിസിഷ്യനോ കണ്ടിട്ട് എന്താണ് അതിൻ്റെ റീസൺ, എന്തുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് കുറഞ്ഞു പോകുന്നതെന്നുള്ള ആ റീസൺ കണ്ടെത്തിയിട്ട് കൃത്യമായ ഒരു ചികിത്സ തേടിയതിന് ശേഷം മാത്രമേ നമ്മൾ ഡയറ്റ് പ്ലാനോ അല്ലെങ്കിൽ വെയിറ്റ് ഗെയിനിങ് ടെക്നിക്സോ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. എന്നുവെച്ചാൽ മെയിനായിട്ട് നമ്മൾ ആ റീസണെയാണ് ഇല്ലാതാക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്ക് വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഹെൽത്തി വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ആളുകൾക്ക്, വെയിറ്റ് കൂടാനുള്ള ആളുകൾക്ക് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ മറ്റു പലരോടും ചോദിക്കുമ്പോൾ കിട്ടുന്ന അഡ്വൈസ് എന്ന് പറയുന്നത് അത് കഴിക്കൂ, ഇത് കഴിക്കൂ, ഐസ്ക്രീം കഴിക്കൂ, ചോക്ലേറ്റ് കഴിക്കൂ, നിങ്ങൾ ഒരുപാട് ഫാറ്റ് കഴിക്കൂ, ഉച്ചയ്ക്ക് ഉറങ്ങുക, അങ്ങനെയുള്ള പല തെറ്റായിട്ടുള്ള അഡ്വൈസാണ് പലർക്കും കിട്ടുന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഹെൽത്ത് ഡ്രിങ്ക്സോ അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡേഴ്സോ ഒക്കെ കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത്. ഫസ്റ്റായിട്ട് നമ്മൾ അത് ചെയ്യരുത്. വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്നുള്ള ആളുകൾക്കും വെയിറ്റ് കുറക്കണം എന്നുള്ള ആളുകൾക്കും ആദ്യമായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്ഷമയാണ്. പേഷ്യൻസോട് കൂടെ നമ്മൾ ട്രൈ ചെയ്യുക, എന്നെങ്കിലും മാത്രമേ അതൊക്കെ പറ്റുകയുള്ളൂ. അപ്പം ഹെൽത്തി ആയിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ആളുകൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അതായത് ആദ്യം തന്നെ പെട്ടെന്നൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ ലൈഫ് സ്റ്റൈലിലോ ഫുഡ് ഹാബിറ്റ്സിലോ കൊണ്ടുവരാതിരിക്കുക. കാരണം പെട്ടെന്ന് നമ്മുടെ ശരീരത്തിന് കോപ്പപ്പ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാകും. മെല്ലെ പടിപടിയായിട്ട് ഓരോ കാര്യങ്ങളും ചേഞ്ച് ചെയ്ത് വരുന്നതായിരിക്കും ആരോഗ്യകരമായിട്ടുള്ള ഒരു തീരുമാനം. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ 5 പ്രാവശ്യം, അതായത് നമ്മൾ സാധാരണ 3 നേരമായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്, രാവിലെ, ഉച്ചയ്ക്ക്, രാത്രിയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 3 നേരം എന്നുള്ളത് നമ്മൾ 5 നേരമാക്കിയിട്ടോ 6 നേരമാക്കിയിട്ടോ നമ്മൾ ഫുഡ് ഹാബിറ്റ്, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പ്രാവശ്യങ്ങൾ കൂട്ടുക. അതായത് രാവിലെ
ഉച്ചയ്ക്ക്, രാത്രിയിൽ. ഇതിനിടയ്ക്ക് ഒരു സ്നാക്ക് അല്ലെങ്കിൽ ഒരു ഒരു ഇൻ ബിറ്റ്വീൻ ഒരു മീൽ കൊണ്ടുവരിക. രാവിലെ ഉച്ചേൻ്റെ ഇടയിൽ ഒരു മീൽ കൊണ്ടുവരിക, ഉച്ചയ്ക്കും രാത്രിക്കും ഇടയിൽ ഒരു മീൽ കൊണ്ടുവരിക. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ പല ഘട്ടമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം നമുക്ക് വിശപ്പില്ലായ്മയോ അല്ലെങ്കിൽ ഒരു നേരം തന്നെ ഒരുപാട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. മാത്രമല്ല ചെറിയ അളവിൽ പല പ്രാവശ്യമായിട്ട് കഴിക്കുമ്പോഴത്തേക്ക് അത് നമ്മുടെ ബോഡി നന്നായിട്ട് അബ്സോർബ് ചെയ്യാനും നല്ലൊരു റിസൾട്ട്, വെയിറ്റ് ഗെയിനിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, വെയിറ്റ് കൂടിയിട്ടുള്ള ഒരാൾ കുറക്കുകയാണെങ്കിൽ നമ്മൾ പറയും നിങ്ങൾ ഭക്ഷണത്തിനേക്കാളും മുമ്പ് വെള്ളം കുടിക്കുക, നിങ്ങൾ സാലഡ്സ് കഴിക്കുക, അങ്ങനെ പറയും. അപ്പോൾ വെയിറ്റ് കൂട്ടാനുള്ള ആളുകളാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭക്ഷണത്തിന് തൊട്ട് മുന്നേ വെള്ളം കുടിക്കാതിരിക്കുക. പിന്നെ സാലഡ് പോലുള്ള കാര്യങ്ങൾ ഭക്ഷണത്തിന് തൊട്ട് മുന്നേ നമ്മൾ കഴിക്കാതിരിക്കാം. നമ്മൾ ഭക്ഷണത്തിനേക്കാൾ ഒരു അരമണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, വെയിറ്റ് ഗെയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകൾ. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നന്നായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക. ഉറക്കം എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടറാണ്. നമ്മൾ രാത്രിയിൽ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഉറക്കം ഒഴിച്ചിരിക്കാറുണ്ട്. ഒന്നെങ്കിൽ സ്റ്റഡീസ് ആയിരിക്കാം, അല്ലെങ്കിൽ വർക്ക് ലോഡായിരിക്കാം, ഇല്ലെങ്കിൽ ചാറ്റിംഗ് ആയിരിക്കാം. പല റീസൺ കൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലിലുള്ള ആളുകൾ പല കാരണങ്ങളും കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഉറക്കമുണ്ടായിട്ടും ഉറങ്ങാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സ്ലീപ്പിംഗ് ഹാബിറ്റ് കൊണ്ടുവരിക. അതായത് നമ്മുടെ ഒരു 10 മണി 11 മണി ആകുമ്പോഴത്തേക്ക് നിർബന്ധമായിട്ട് ഉറങ്ങാനും കുറച്ച് നേരത്തെ എഴുന്നേൽക്കാനും നമ്മളൊന്ന് ശീലിക്കുക. അതായിരിക്കും വെയിറ്റ് ഗെയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകൾ കൊണ്ടുവരേണ്ട മറ്റൊരു മാറ്റം. കാരണം ഉറക്കം കുറയുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള ചേഞ്ചസ് നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ എൻറ്റയർ മെറ്റാബോളിസത്തിനെ തന്നെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മളെ ബോഡി കൂടുതൽ ഡ്രൈനെസ്സിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കണം. പിന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകൾ സ്ട്രെസ് അതൊക്കെ ഒന്ന് കുറക്കുക. എനിക്ക് നിങ്ങളുടെ എല്ലാ സ്ട്രെസ്സും മാറ്റി വെക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിലുള്ള ആളുകൾക്ക് പല രീതിയിലും സ്ട്രെസ് ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മളത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ശീലിക്കണം. വർക്ക് ലോഡാണെങ്കിലും, ഇപ്പോൾ ഓഫീസ് പല പ്രശ്നങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസ് ആണെങ്കിലും, ഫാമിലിയൽ ഇഷ്യൂസ് ആണെങ്കിലും, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സ്ട്രെസ് ലെവൽ ലോവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഹാപ്പി ആയിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഹെൽത്തി ആയിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എക്സസൈസ്, വർക്കൗട്ട് ചെയ്യാനും ശ്രദ്ധിക്കണം. അല്ലാതെ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് നമുക്ക് ഹെൽത്തി വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എയറോബിക്സ് അതുപോലുള്ള ഡ്രാസ്റ്റിക് ആയിട്ടുള്ള എക്സസൈസ് നമ്മൾ ചെയ്യരുത്. കാരണം എയറോബിക് പോലുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ബേൺ ചെയ്യുന്ന കലോറീസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകൾ കൊണ്ടുവരേണ്ട എക്സസൈസ് എന്ന് പറയുന്നത് സ്ട്രെച്ചിങ്ങോ അല്ലെങ്കിൽ യോഗ അതുപോലുള്ള കാര്യങ്ങൾ കുറച്ച് കൂടുതലായിട്ട് ചെയ്തിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. പിന്നെ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അതും സ്വീകരിക്കാവുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ സ്നാക്സ് എന്ന് ഞാൻ പറഞ്ഞു. അതായത് നമ്മൾ ഈ രാവിലത്തെയും ഉച്ചക്കത്തെയും ഭക്ഷണത്തിൻ്റെ ഇടയിൽ നമുക്ക് സ്നാക്സ് കഴിക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും അൺഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് കഴിക്കണം എന്നില്ല. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സ്മൂതീസോ അല്ലെങ്കിൽ ഷേക്കോ അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ, ഒന്ന് മിൽക്ക്, പിന്നെ ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ബനാന, ആപ്പിൾ അതുപോലുള്ള ഏതെങ്കിലും ഫ്രൂട്ട്സ്. പിന്നെ കഴിക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അവൽ എന്ന് പറയുന്ന ഫ്ലാറ്റൻഡ് റൈസ്, ബീറ്റൻഡ് റൈസ് എന്നൊക്കെ പറയും. അപ്പോൾ അത് വൈറ്റ് കളറിലുള്ളതല്ല, കുറച്ച് ബ്രൗണിഷ് കളറായിട്ടുള്ള നാടൻ അവൽ എന്ന് പറയുന്ന അത്. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്. ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഒരു 11 o'clock നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയിൽ കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്ന വേറൊരു സ്നാക്ക് ആയിട്ടാണ് നമ്മുടെ ഒരു ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കുകയെന്ന്. അപ്പോൾ ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉഴുന്ന്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, കടല, ബദാം, പിസ്ത അതുപോലുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ ഇത് ഗോതമ്പ്, റാഗി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വറുത്ത് നന്നായിട്ട് പൗഡർ ചെയ്ത് വെക്കുക. പിന്നെ ഫ്ലേവറിന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കൊക്കോ പൗഡറോ അതുപോലുള്ള എന്തെങ്കിലും വസ്തുക്കൾ ആഡ് ചെയ്യാം, വേണമെങ്കിൽ മാത്രം. പിന്നെ ഷുഗർ ഇഷ്ടമുള്ള ആളുകൾ, അതായത് പഞ്ചസാര ഇല്ലാതെ തീരെ ഭക്ഷണം പാലറ്റേബിൾ അല്ല എന്ന് തോന്നുന്ന ആളുകൾക്ക് അല്പം മധുരമൊക്കെ ചേർത്തിട്ട് നമുക്ക് പൊടിച്ച് അത് എയർ ടൈറ്റായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ, നമ്മളിത് പാലിൽ വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെ ഏതെങ്കിലും നേരത്ത് ഇത് കുടിക്കുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട്
ഉണ്ടാക്കിയ ഒരു എന്താണ് പറയേണ്ട ഒരു പ്രോട്ടീൻ ഡ്രിങ്ക് പോലെ നമുക്കിത് കുടിക്കാൻ പറ്റും. അപ്പോൾ ഇതും വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്കാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഫാറ്റ്, അതായത് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. അവോക്കാഡോ അല്ലെങ്കിൽ നട്ട്സ് ഇതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അല്ലാതെ ഒരുപാട് ബട്ടർ അങ്ങനെ ഗീ അതൊക്കെ ഒരുപാട് കഴിച്ചുകൊണ്ട് നമുക്കതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ഗെയിൻ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുഡിൽ കുറച്ച് വ്യത്യാസങ്ങൾ കൊണ്ടുവരാം. 5 നേരം ഭക്ഷണം കഴിക്കാം. ഇപ്പം കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീന്, ഫാറ്റ് ഇതൊക്കെ നമ്മൾ ഹെൽത്തി ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാം. പക്ഷേ ഇതൊക്കെ ഒരു ഡ്രാസ്റ്റിക് ആയിട്ട് പെട്ടെന്ന് അല്ലാണ്ട് മെല്ലെ മെല്ലെ പടിപടിയായിട്ട് നമ്മൾ ഓരോ ന്യൂ ഭക്ഷണങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരികയാണെങ്കിൽ, നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, നമ്മൾ ധാരാളം ശരീരത്തിന് വേണ്ട അളവിൽ റെസ്റ്റ് കൊടുക്കുകയും വർക്കൗട്ട് ചെയ്യുകയും വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ട് നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ഗെയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ക്ഷമയോടുകൂടെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. എല്ലാവർക്കും അവർ വിചാരിക്കുന്ന പോലെ ഉള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.